പറഞ്ഞോ. ഞാനെവിടെ ഉണ്ട്, ഇങ്ങ് വന്നാ മതി. എത്താറായോ? ഇരുന്നാലാണോ ഇരുണ്ടാലാണോ? ഏത് ഓടിയതവളല്ലേ? അയ്യോ എന്റെ സിനിമ രക്ഷിക്കണേ. നീ എന്തിനാണ് ഓടുന്നേ? അത് ശരി, അപ്പൊ നീ ഓടിയോണ്ടല്ലേ ഞാൻ ഓടിയേ. എന്തൊക്കെയായാലും ഓടിയതല്ലേ, നിർത്തണ്ടോ? ഓടിക്കോ. എടി അച്ചു, എനിക്കൊരു ഡൗട്ട്. എനിക്കെങ്ങാനും പുള്ളിനെ കണ്ട് ഇഷ്ടപ്പെട്ട ഞാനെന്ത് പറയും? കെട്ടിക്കൊണ്ട് പോകാൻ പറ. എടി മൈ ഡിയർ കൂട്ടുകാരി, നിന്നെ ഞാൻ ഇന്നലെ എന്തോ 1 മണിക്കൂർ വിളിച്ച് വർത്താനം പറഞ്ഞോണ്ടിരുന്നേ. ഇവളെന്തോ ഇന്നലെ പറഞ്ഞോണ്ട് അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കണ്ട, ഞാൻ പോവാന്ന്. അതാണോ ഞാൻ നിന്നെ 1 മണിക്കൂർ വിളിച്ച് വർത്താനം പറഞ്ഞോണ്ടിരുന്നേ? നീ എന്നെ 50 മണിക്കൂറൊന്നും നീ എന്നെ 1 മണിക്കൂറൊന്നും വിളിച്ചിട്ടില്ല. 59 മിനിറ്റും 9 സെക്കൻഡ് എന്താണ് വിളിച്ച. എടി ഇത് നിനക്ക് ടെൻഷൻ കാരണം നിന്റെ ഉള്ള ബുദ്ധി കൂടെ പോയതാണോ? അല്ല പിന്നെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോ ഇങ്ങനെയാണോ പറയണേ? എനിക്ക് ടാക്കിയതല്ലേ. ആയിക്കോട്ടെ. എടി അച്ചു പറ, ഞാൻ എന്താ പറയണ്ടേ? ചേടാ ഇത് വലിയ പാടായല്ലോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം. ഞാൻ അമ്മയോട് പറഞ്ഞോളാം, അമ്മയോട് വിളിക്കാൻ പറയാം. എത്ര പറഞ്ഞാൽ മതി. അപ്പോൾ പുള്ളി എന്നോട് വിളിക്കാൻ പറഞ്ഞാൽ ഞാനെന്ത് പറയും? ഓ എൻ്റെ കയ്യിൽ എനിക്ക് ഫോണില്ല, അമ്മയ്ക്കേ ഫോണുള്ളൂ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. എടി ഭയങ്കരി, നീ ഇങ്ങനെയല്ല ഇപ്പം വീട്ടിൽ കള്ളം പറയുന്നേ. പിന്നെ അല്ലാണ്ട്. പിന്നെ ഒന്നുമില്ല, വന്ന് പോവാം. നീ ഇവിടെ നോക്കിയാടോ നടക്കുന്നേ? അത് പിന്നെ അവന് ഓടാൻ പറഞ്ഞപ്പോ ഓടിയത്. എടങ്ങ് വന്നേ. അവനായിട്ട് അവളുമായിട്ട് വായിൽ ചെന്ന് കൊടുത്തതും പോലും, എന്നിട്ട് എന്നെ കൂടെ വിളിച്ചു ചേർത്തിനപ്പോ. നീ ആരുന്നാ? എടാ തന്നെയല്ല ഞാൻ അവിടെ കണ്ടേ. എന്നെ ചേച്ചി നീ പറയാ. മലയാളം ബാലു. ഓ ശരിയല്ലേ, ചേട്ടന് മലയാളം അറിയത്തില്ലല്ലോ. പൊക്കോ, എനിക്ക് ഇച്ചിരി മിസ്റ്റേക്ക് പറ്റിയതാ, സോറിയേ. ഇതിപ്പോ എനിക്കെന്തെങ്കിലും പറ്റിയതാണോ? അതാക്കോ. അതെ, താനാണ് ആര്യ. ആര്യോ? അവിടെ നിക്കട അണ്ണാച്ചി. ഞാൻ നിന്റെ മുന്നിലും വന്നിട്ടില്ല, പിറകിലും വന്നിട്ടില്ല, പിന്നെ എന്തിനാ എന്നെ പിടിച്ചു വെക്കണേ?